ഈ CMA ഇന്ത്യയും CMA US തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? CMA ഇന്ത്യ എന്ന് പറയുന്നത് എക്സാമും അതേപോലെ ഈവൻ പേരടക്കം വ്യത്യാസമുണ്ട്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. CMA US എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. രണ്ടിലും കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതേപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ആ കോഴ്സിൻ്റെ സ്ട്രക്ചർ ആയാലും എക്സാം കാര്യങ്ങളായാലും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡീസ്, അതേപോലെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന IMA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഒരു അസോസിയേഷനാണ് US ബേസ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെ എല്ലാം എൻ്റയർലി ഡിഫറെൻറ്റാണ്. ടോപ്പിക്സ് വൈസ് കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും എൻ്റയർലി എക്സാം സ്ട്രക്ചർ ആയിക്കോട്ടെ. സ്റ്റുഡൻറ് എന്താണ് ഡിഫറൻസ്? ഞാനിപ്പോൾ CMA ഇന്ത്യ പഠിക്കുകയാണ്, അല്ലെങ്കിൽ CMA US എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പം ആസ് എ സ്റ്റുഡൻറ് എനിക്ക് ഏതാണ് നല്ലത്? അത് ഒന്നാമത്തത് നമ്മൾ എവിടെയാണ് ജോലി നോക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് ജോബ് നോക്കുന്ന ഒരാൾ ഞാൻ പ്രിഫർ ചെയ്യുക CMA ഇന്ത്യ പഠിക്കാനായിരിക്കും. അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചിട്ട് CMA USക്ക് ജോലി സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. MNCs ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഇന്ത്യൻ കോഴ്സ് ആയിരിക്കും പഠിക്കുന്നത് ബെറ്റർ. അതേ സ്ഥാനത്ത് MNC അതേപോലെ പുറത്ത് സെറ്റിൽഡ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർനാഷണൽ കോഴ്സസ് ബെറ്റർ ആയിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ കോഴ്സിൽ ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദി കോഴ്സാണ് CMA US. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരാൾ PG ചെയ്യുന്നതാണോ അല്ലെങ്കിൽ CMA ചെയ്യുന്നതാണോ ഏറ്റവും ബെറ്റർ? ഓഫ് കോഴ്സ് CMA. അതായത് ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രീൻ്റെ കൂടെ PG കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ആദ്യം ജോലി ചെയ്യുന്നത് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണെങ്കിൽ അവർ വളരെ അവരുടെ പോസ്റ്റിൽ നിന്ന് ഒരു സീനിയർ പോസ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. ഹൈക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേ സ്ഥാനത്ത് ഒരു CMA കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അപ്പോൾ സ്റ്റാർട്ടിങ് മേ ബി ചിലപ്പോൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ജോബ് തന്നെ കിട്ടാമെന്ന് തന്നെ വിചാരിക്കുക. അവരെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഹൈക്ക് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് CMA കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻറ്റ് പോസ്റ്റ് അല്ല, അവർ നേരെ ഡയറക്റ്റ്ലി കയറുന്നതിന് എന്താണ് ഒരു മിഡിൽ ലെവലിലേക്കാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു മാനേജറിയൽ പൊസിഷനിലേക്കാണ്. അതേ സ്ഥാനത്ത് എന്താണ് ഇത് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഒരു അവരൊരു ലെവൽ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്. അതൊരു വ്യത്യാസമാണ്. ഇപ്പം ക്ലാസ്സിൽ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് CMA ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല. അതായത് എനിക്ക് തോന്നുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് ആക്ച്വലി. അതായത് ഇപ്പോൾ ഒരു +2 കംപ്ലീറ്റ് ചെയ്ത ഒരാൾ +2ൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കും. പക്ഷേ CMAക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ അത്ര കുറച്ച് ഉഴപ്പി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതേ സ്ഥാനത്ത് +2 അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഈവൻ സപ്ലിയുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, CMA ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പാസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ വൺസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് CMAക്ക് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരാം എക്സാമിന് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല പഠിക്കുന്ന സ്റ്റുഡൻറ്റ് CMAക്ക് എത്തിയതിന് ശേഷം മോശമായി പോകാറുണ്ട്. നേരെ തിരിച്ച് തീരെ പഠിക്കാത്ത സ്റ്റുഡൻസ് ഇവിടെ വന്നതിന് ശേഷം പാസ്സായിട്ടുണ്ട്. യെസ്. പഠിക്കാൻ ഈസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കണ്ടൻസ് അത്ര ഹെവി ആയിട്ടില്ല, കണ്ടൻസ് കുറവാണ്. അതായത് ഭയങ്കരമായിട്ട് മെമ്മറൈസ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഇന്ത്യൻ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ കുറേയൊക്കെ നമ്മൾ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യേണ്ടി വരും. കുറേ പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇതിലതേ സ്ഥാനത്ത് കണ്ടൻസ് കുറവാന്ന് പറയുമ്പോൾ അത്രയും കുത്തിരുന്ന് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ കണ്ടൻസ് കുറവാന്ന് പറയുമ്പോഴും ഉള്ള കണ്ടൻസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറേ ചെയ്താൽ മതി. അപ്പോൾ ഈവൺ ക്ലാസ്സിൽ എന്താ പറയുക, ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കുറച്ച് ഉഴപ്പന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും കമ്പയർ ചെയ്ത്. അവർക്ക് കുത്തിരുന്നിട്ട് ബുക്കിൽ തന്നെ അങ്ങനെയായിരിക്കും പഠിക്കാൻ ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിളാണ്. അപ്പോൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ രസമാണ്. സോഫ്റ്റ്വെയർ നമ്മൾ കുറച്ച് ഏരിയ പഠിച്ചു, എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ കറക്റ്റ് ആവുന്നു. അപ്പോൾ അതിൽ തന്നെ മാർക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ രസകരമായിട്ട് ഇതിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റേതാകുമ്പോൾ ഫുൾ ടൈം നമ്മൾ ബുക്കിൽ തന്നെ ഇരിക്കുകയല്ലേ. നമ്മൾ കുറച്ച് ബുക്കിൽ, ഞാനൊക്കെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് കുറച്ച് ടോപ്പിക് പഠിക്കും, എന്നിട്ട് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറച്ച് ചെയ്യും. അപ്പോൾ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പഠിക്കുന്നതായിട്ട് തോന്നൂല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പാസ്സായ കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ട് പറയും, ഞാൻ 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചു, 15 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഇതെങ്ങനെ പോസിബിളോ? നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഇത് 15 മണിക്കൂർ ഞാൻ ഇതൊരു ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. നമ്മൾ +2 പഠിക്കുന്ന സമയത്തോ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് പഠിക്കുക? ലാസ്റ്റ് ടൈം
ചിലപ്പോൾ ബുക്ക് വരെ മര്യാദയ്ക്ക് ഉണ്ടാവില്ല. കുറച്ചുകൂടെ ഓപ്പന്മാരാണെങ്കിൽ കുറച്ച് പഠിക്കുന്ന ആരുടെങ്കിലും ബുക്ക് ചിലപ്പോൾ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് ആ സമയത്തായിരിക്കും പഠിക്കണം, എന്നാലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ച ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് പറയുകയാണ് 15 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നത് എങ്ങനെ പോസിബിൾ ആവും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് വേണ്ടിക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത് മനസ്സിലായത് പോസിബിൾ ആണ്. കാരണം നമ്മൾ ഈ 15 മണിക്കൂർ അറിയുന്നില്ല. അതെങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് കുറച്ച് പഠിച്ച് പിന്നെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ടാവും. മടുപ്പ് വരുന്നില്ല ഇല്ല, അത്ര മടുപ്പ് വരില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയാലും ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് മര്യാദയ്ക്ക് ഇരുന്നതിനാൽ ഈസി ആയിട്ട് പോരും. താങ്ക് യു സോ മച്ച് നവാബി. താങ്ക് യു.